ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ആരും പോകാൻ പാടില്ലാത്ത പ്രേതബാധയുള്ളൊരു കാട്. അവിടേക്ക് ഒരു കൂട്ടം ഫ്രണ്ട്സ് പോവുകയാണ്. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു? പേച്ച് എന്ന പ്രേതം അവരെ എന്ത് ചെയ്ത് കാണും? നമ്മളിന്ന് കാണാൻ പോകുന്നത് പേച്ച് എന്ന ഒരു ഹൊറർ ത്രില്ലർ പടമാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകളൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് അരവനക്കാട് എന്ന പേരുള്ള വലിയൊരു ഫോറസ്റ്റ് ആണ്. അവിടേക്ക് ട്രക്കിങ്ങിന് വരുന്ന ഒരു കപ്പിള്. അന്ന് രാത്രിയിൽ അവിടെ ക്യാമ്പ് അടിക്കാനായിരുന്നു അവരുടെ തീരുമാനം. രാത്രിയിലേക്ക് തീ കത്തിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പയ്യനാകട്ടെ കുറച്ച് വിറകുകൾ ശേഖരിക്കാൻ വേണ്ടി പോകുന്നു. ഒരു വലിയ മരത്തിന്റെ ശിഖരം വലിച്ചെടുത്ത് ശ്രമിക്കുന്നതിനിടയിലാകട്ടെ അതിനുള്ളിൽ നിന്ന് എന്തോ ഒരു സാധനം പുറത്തേക്ക് വരുന്നതായിട്ട് അവന് തോന്നുന്നു. ആണിയിൽ തെറിച്ചൊരു പാവയായിരുന്നു അത്. പെട്ടെന്ന് എന്തോ ഒരു രൂപം വന്നിട്ട് അവനെ ആക്രമിക്കുന്നതാണ് കാണിക്കുന്നത്. അവന്റെ നിലവിളി കേട്ടിട്ട് ആ ഒരു പെൺകുട്ടി അവിടേക്ക് വരുന്നുണ്ട്. അവൾക്കും ആ പാവയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. അതെടുത്ത് നോക്കിക്കൊണ്ട് നിന്നതും അവളെ ആ രൂപം വന്നിട്ട് ആക്രമിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കഥയാണ്. അവിടുത്തെ വാച്ചറും പാർട്ട് ടൈം ഗൈഡുമായിട്ടുള്ള മാരി എന്ന ഒരാളെ അവിടുത്തെ ഒരു ഓഫീസർ വിളിച്ചിട്ട് പറയുന്നുണ്ട് തന്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ട്രക്കിങ്ങിന് വരുന്നുണ്ട്, അതുകൊണ്ട് അവരെ കൊണ്ടുപോയിട്ട് ആ കാടെല്ലാം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാരി അന്ന് രാത്രി തന്നെ അവരെ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും അടങ്ങുന്ന സംഘമായിരുന്നു അത്. ആ ഒരു കൂട്ടത്തിലാണെങ്കിൽ ചരൺ എന്നൊരാളുണ്ടായിരുന്നു. ആ ഒരാളോട് മാരി സംസാരിക്കുന്നുണ്ട്. ആ കാട്ടിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് സേഫ് ആയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ജോലി എന്റേതാണെന്നും മാരി അയാളോട് പറയുന്നുണ്ട്. എന്നാൽ ചരന്റെ ഗേൾഫ്രണ്ട് ആയ മീനയ്ക്കാണെങ്കിൽ തങ്ങളുടെ കൂടെ വരുന്നതിൽ ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ തന്നെ അവർ 5 പേരും റെഡിയായി. മറ്റു 3 പേരുടെ പേര് സേതു, ചെറി, ജാരു എന്നായിരുന്നു. ഇവര് മാരിയുടെ ഗ്രാമത്തിൽ തന്നെ ആയിരുന്നു. അവർ അങ്ങനെ ആ ഒരു കാട്ടിലേക്ക് പോയിക്കൊണ്ട സമയത്ത് മാരിയുടെ മകൾ പെട്ടെന്ന് തന്നെ ആ ഒരു വണ്ടിക്ക് കുറുകെ വരുന്നു. എന്നിട്ട് മാരിയുടെ കഴുത്തിലേക്ക് ഒരു തകട് അണിഞ്ഞു കൊടുക്കുന്നുണ്ട്. മാരി എപ്പോ കൈയായിട്ട് കാട്ടിലേക്ക് പോയാലും ഈ തകടിട്ടിട്ടാണ് വീട്ടുകാർ അവനെ പറഞ്ഞു വിടുന്നത്. അങ്ങനെ കുറെ ദൂരം മുന്നോട്ട് പോയി അവരൊരിടത്ത് വണ്ടി ഒതുക്കിയിടുന്നുണ്ട്. ആ സമയത്ത് അതുവഴി വന്ന ഒരാളാണെങ്കിൽ വണ്ടി നിർത്തി അവരെ തുറച്ചു നോക്കുന്നുണ്ട്. മാരി അയാളോട് താൻ കൂടിക്കൊണ്ട് നാളെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. അയാൾ വണ്ടി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ കാട്ടിലുള്ള ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവര് പോകുന്നത്. അങ്ങനെ അന്ന് രാത്രിയിൽ അവിടെ ടെന്റ് അടിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ താൻ പറയുന്ന സ്ഥലത്തല്ലാതെ വേറെ എങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് മാരി പറയുന്നുണ്ട്. ആ കാട്ടിൽ ഒരുപാട് അപകടങ്ങളിൽ പരിയിരിപ്പുണ്ട്. ഈ നാട്ടുകാരുടെ വിശ്വാസം അനുസരിച്ച് പല സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ മീനയാണെങ്കിൽ അതൊന്നും വകകൊണ്ടില്ല. അവളാകട്ടെ അവിടെ കണ്ട അരുവിയിലേക്ക് കളിക്കുകയും ഒരുപാട് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. മൃഗങ്ങൾ വരുന്ന ഇടമായതുകൊണ്ട് തന്നെ ഇത്രയും ബഹളം ഉണ്ടാക്കാൻ പാടില്ലെന്ന് മാരി പറയുന്നു. മീനയ്ക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യമായിരുന്നു. ചരം പറയുന്നുണ്ട് മാരി പറയുന്ന പോലെ നമുക്ക് കേൾക്കാമെന്ന്. അയാൾക്കാണ് ഈ കാട് നന്നായിട്ട് അറിയാവുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന വഴി ഒരു സ്ഥലത്ത് അടച്ചു വെച്ചിരിക്കുന്നത് അവർ കാണുന്നു. ചാരു സേതുവും ആ സ്ഥലത്തുണ്ടായിരുന്ന വള്ളികളെല്ലാം തന്നെ പിടിച്ചു മാറ്റുന്നു. അങ്ങനെ ചെയ്തിരുന്നത് മാരി പറഞ്ഞിട്ടും അവർ കേട്ടില്ല. അവിടെ നിറയെ മണികൾ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ തട്ടി താഴെ ഇടുന്നു. ആൾക്കാർക്ക് പ്രവേശനമില്ലാത്ത സ്ഥലമായിരുന്നു അത്. ബോർഡ് വെച്ചിട്ട് പോലും അവിടേക്ക് നമുക്ക് പോയാലോ എന്ന് ചാരു ബഹളം ഉണ്ടാക്കുന്നു. എന്നാൽ മാരി ദേഷ്യം വന്നിട്ട് അവരെല്ലാം തടയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരില്ലെന്നും പറയുന്നു. ഒടുവിൽ നമുക്ക് അതൊക്കെ പിന്നെ നോക്കാം, നമ്മൾ ആദ്യം കാണാൻ ഉദ്ദേശിച്ച വ്യൂ പോയിന്റ് പോയി കണ്ടിട്ട് വരാമെന്ന് ചാരം പറയുന്നു. അങ്ങനെ അവരെല്ലാവരും ആ സ്ഥലം വിട്ടിട്ട് നേരെ വ്യൂ പോയിന്റിലേക്ക് വീണ്ടും നടക്കുന്നു. പോകുന്ന വഴിയിൽ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ചാരു ആ ദിശയിലേക്ക് പോകുന്നുണ്ട്. വലിയൊരു പാറക്കെട്ടിന്റെ മുകളിൽ അവൾ കയറി നിൽക്കുന്നു. അവൾക്ക് സ്ഥലകാലം പോലെ നഷ്ടപ്പെട്ട പോലെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മാറി വന്ന് അവളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നു. താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾക്ക് തന്നെ ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. ഒറ്റയ്ക്കിനി എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. ഒടുവിൽ അവർ ആഗ്രഹിച്ച ആ ഒരു വ്യൂ പോയിന്റിലേക്ക് അവരെത്തി. അവിടെ ചെറിയ രീതിയിലേക്ക് അവർ ക്യാമ്പ് ഒക്കെ സെറ്റ് ആക്കുകയായിരുന്നു. അതിനിടയിൽ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കുറച്ച് മാറി ദൂരത്തേക്ക് പോകുന്നു. ഫോട്ടോ എടുക്കാൻ പോയി ജെറി ആകട്ടെ ബാക്കി എല്ലാ കൂട്ടുകാരെയും ചേർന്ന് പറ്റിക്കുന്നു. അവരെല്ലാവരും പലയിടത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. ജെറി അവരെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എവിടേക്കോ അവരിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് അവൻ കാണുന്നുണ്ട്. ക്യാമറയിലൂടെ സൂം ചെയ്ത് നോക്കുമ്പോൾ ആകട്ടെ വേറെന്തോ ഒരു രൂപത്തെയായിരുന്നു അവൻ കാണുന്നത്. അതുകൊണ്ട് അവൻ പേടിക്കുന്നു. അവൻ പതിയെ ആ മരത്തിന്റെ അടുത്തേക്ക് പോയി നോക്കിയതും അവന്റെ കാലിൽ ആരും പിടിച്ച് വലിച്ച് താഴേക്ക് ഇടുന്നു. ആ സമയത്താണ് ബാക്കി എല്ലാവരും മരത്തിന്റെ പിറകിൽ നിന്ന് ഓടി വരുന്നത്. അവർ ആരും വരെ തന്നെ പിടിച്ചെന്ന് ജെറിക്ക് മനസ്സിലായി. അവൻ അങ്ങനെ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഓടിക്കാൻ വേണ്ടി അടുത്ത് പോയി ഇരുന്നിട്ട് അവൻ പറയുന്നുണ്ട് തന്റെ കാലിൽ ആരോ പിടിച്ചെന്ന്. ബാക്കി എല്ലാവരും അവനെ കളിയാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവൻ കാലിൽ പാട് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഇത് നീ വീണതിൽ പറ്റിയതാണെന്ന് ചാരു പറയുന്നുണ്ട്. അവനൊരു പേടിത്തൊണ്ടിലാണെന്ന് പറഞ്ഞിട്ട് ചാരു സേതുവും അവനെ കളിയാക്കുന്നു. നിങ്ങൾ അത്ര ധൈര്യശാലികളാണെങ്കിൽ നേരത്തെ പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ സ്ഥലമില്ലേ, അവിടേക്ക് പോയിട്ട് ഒരു സ്കാർഫ് കെട്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് വാ, അപ്പോൾ നിങ്ങൾക്ക് പേടിയില്ലെന്ന് ഞാൻ വിശ്വസിക്കാം. അങ്ങോട്ട് പോകാൻ പാടില്ലെന്ന് മാരി എത്ര പറഞ്ഞിട്ടും അവർ അതൊന്നും കേൾക്കാതെ സേതുവും ചാരും ചേർന്നിട്ട് അവിടേക്ക് പോകുന്നു. ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കാട്ടിൽ വഴി തെറ്റിയായിരിക്കാൻ വേണ്ടി പോകുന്ന വഴിയെല്ലാം തന്നെ അവർ ചെറിയ രൂപം കെട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി എത്തിപ്പെട്ടത് ഒരു പഴയ വീട്ടിലായിരുന്നു. അതിനുള്ളിലേക്ക് കടന്നത് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ കുറെ പാവകൾ അവിടെ ഉണ്ടായിരുന്നു. അടുത്തിട്ടുള്ള റൂമിലേക്ക് സേതു പോകുന്നു. ആ സമയത്താണ് ചാരു ശ്രദ്ധിക്കുന്നത് നേരത്തെ അവൾ നോക്കിയപ്പോൾ താഴെ കിടന്നിരുന്ന ആ ഒരു പാവയാകട്ടെ ഇപ്പോൾ ഫിറ്റിയിട്ടിരിക്കുന്നു. അവൾ സെൽഫി എടുക്കാൻ നോക്കിയതും അവളുടെ ബാക്കിലായിട്ട് ആരും നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നു. പേടിച്ചുപോയി അവളാണെങ്കിൽ നിലവിളിക്കുന്നുണ്ട്. പെട്ടെന്ന് പുറത്ത് ആ ഒരു സ്ത്രീയെ കാണുന്നു. സേതു ഒന്ന് നോക്കുമ്പോഴത്തേക്കും ആ സ്ത്രീ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ സേതുവിന്റെ തോടി കിടന്ന ആ ഒരു സ്കാർഫ് ആകട്ടെ
ഇപ്പോൾ മരത്തിൽ തൂങ്ങി കിടക്കുന്നു. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ പോയിട്ട് കുറെ നേരമായിട്ടും കാണാത്ത കാരണം മാരിയാണെങ്കിൽ ചരനോട് പറയുന്നുണ്ട് നമുക്കൊന്ന് പോയി തിരക്കാമെന്ന്. അങ്ങനെ ചെറിയ മീനെയും അവിടെ നിർത്തിയിട്ട് അവർ രണ്ടുപേരും സേതുവിനും ചാരുവിനെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. കുറെ ദൂരം നടന്നപ്പോഴാകട്ടെ ചാരുവിന്റെ നിലവിളി അവർ കേൾക്കുന്നു. ഓടിച്ചെന്ന് നോക്കുമ്പോഴാകട്ടെ ചാരു രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ കണ്ണു തുറന്നിട്ട് പറ്റിച്ചെന്ന് പറയുന്നു. സേതുവും ചാരുവും ചേർന്നിട്ട് തങ്ങളെ പറ്റിക്കുവാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരെ കുറെ വഴക്ക് പറഞ്ഞിട്ട് അവർ നേരെ ക്യാമ്പിലേക്ക് തിരിച്ചു പോകുന്നു. മാരിയുടെയും ചാരന്റെയും പിറകെ തന്നെ സേതുവും ചാരുവും ഉണ്ടായിരുന്നു. എന്നാൽ ക്യാമ്പിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് മാരിയും ചാരനും ഞെട്ടുന്ന കാഴ്ച കാണുന്നത്. കാരണം സേതുവും ചാരുവും അവിടെ ഇരിക്കുന്നു. ചാരു നല്ലപോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാകട്ടെ അവർ പുറകെ വന്ന ആൾക്കാരെ കാണുന്നുമില്ല. സേതുവും ചാരു നേരത്തെ തന്നെ ഇവിടെ വന്നെങ്കിൽ തങ്ങളുടെ പുറകെ വന്നത് ആരാണെന്ന് അവർക്ക് ഡൗട്ട് തോന്നുന്നു. ശരിക്കും ഇവിടെ എന്തൊക്കെയോ മായാജാലങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഇതൊന്നും പറഞ്ഞിട്ടും മീന വിശ്വസിക്കുന്നില്ല. ഈ മാരി ഉണ്ടാക്കി പറയുന്നതാണെന്ന് അവൾ പറയുന്നു. ചാരു ആകട്ടെ ആകെ പേടിച്ചു കുറച്ച് പ്രേതം കയറിയ പോലെ ഇരിപ്പായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് മാരി പറയുന്നുണ്ട് ഇതിനെല്ലാം പിന്നിൽ പേച്ചിയാണെന്ന്. പേച്ചി എന്ന് പറയുന്ന ആത്മാവാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീയുടെ കഥ പറയുകയാണ് മാരി. ആ നാട്ടിൽ തന്നെ നല്ലൊരു കുടുംബത്തിലെ സ്ത്രീ ആയിരുന്നു അത്. അവർ മന്ത്രവാദം പഠിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ കാടുകളിലേക്ക് പോയി. അവിടെ വെച്ച് മന്ത്രവാദം എല്ലാം പഠിച്ചിട്ട് മരണം തന്നെ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയെല്ലാം പ്രാപിച്ചു കൊണ്ടുവന്നു. തപസ് അനുഷ്ഠിച്ച് കിട്ടിയ ആ ഒരു വരത്തിന് പകരമായിട്ട് അവരവരുടെ സാത്താന്മാർക്ക് വേണ്ടിയിട്ട് ബലി കൊടുക്കാൻ ആരംഭിച്ചു. അതിനു വേണ്ടിയിട്ട് ആ ഗ്രാമത്തിലെ കുട്ടികളെല്ലാം തന്നെ അവർ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി തുടങ്ങി. അവർക്ക് സഹായികളായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ നാട്ടുകാരാകട്ടെ ആ ഗ്രാമത്തലവനെ വിവരം അറിയിക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ഗുരുവിന്റെ നിർദ്ദേശം നേടുമ്പോൾ പേച്ചിയെ കൊല്ലാൻ സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. അവളുടെ ആത്മാവിനെ ഒരു പാവയിൽ ആവാഹിച്ച് ഏതെങ്കിലും ഒരു മരത്തിൽ തളയ്ക്കണം. അവളുടെ കണ്ണിന് നേരെ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് അവൾ നിങ്ങളെ കൊന്നുകളയും. അങ്ങനെ ഗുരു പറഞ്ഞ പ്രകാരം അവർ ആ പേച്ചിയുടെ വീട് ആക്രമിക്കുകയും തങ്ങളുടെ മുന്നിൽ പെടുന്നതിന് മുമ്പ് തന്നെ പേച്ചിയുടെ ബാക്കിലൂടെ പോയിട്ട് അവളുടെ മുഖം മൂടിയ ശേഷം കൊല്ലുകയും ചെയ്യുന്നു. അവളുടെ ശരീരം അവിടെ എവിടെയോ മറവ് ചെയ്യുന്നുണ്ട്. അവളുടെ ആത്മാവിനെ ആ പാവയിലേക്ക് ആവാഹിച്ച ശേഷം ഏതോ ഒരു മരത്തിൽ ആണിയടിച്ച് അർപ്പിക്കുന്നു. അതിനു ചുറ്റും തൃശൂലങ്ങളും വെച്ചിട്ടുണ്ടായിരുന്നു. പേച്ചിയുടെ ആത്മാവ് ഉൾപ്പെടുന്ന ആ ഒരു വനപ്രദേശത്തേക്ക് ആരും തന്നെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ മണികെട്ടി ബന്ധിക്കുകയും ചെയ്യുന്നു. പ്രവേശനമില്ല എന്ന ബോർഡും വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആരെങ്കിലും വന്ന് ആ ഒരു മരത്തിൽ ആണി ഊരിയാൽ മാത്രമേ പേച്ചിയുടെ ആത്മാവ് പുറത്തേക്ക് വരൂ. ഇൻ കേസ് അവർ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ആ മണി വെച്ചിരിക്കുന്ന ഏരിയ താണ്ടി ആ ഗ്രാമത്തിലേക്ക് കടക്കാൻ പേച്ചിയുടെ ആത്മാവിന് സാധിക്കത്തില്ല. പക്ഷെ മൂവിയുടെ അടുത്ത് കാണിച്ച ഒരു കപ്പിൾ വന്ന് ആണി ഊരിയതോട് കൂടി പേച്ചിയുടെ ആത്മാവാണെങ്കിൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പേച്ചിയുടെ ആത്മാവ് പുറത്തേക്ക് വന്ന സ്ഥിതിക്ക് നമ്മൾ ഇനി ഒരു നിമിഷം പോലും ഈ കാട്ടിൽ നിൽക്കാൻ പാടില്ലെന്ന് മാരി പറയുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. കാരണം നമ്മളിൽ തന്നെ പലരുടെയും രൂപം സ്ഥിരീകരിച്ചിട്ട് പേച്ചിക്ക് നമ്മളെ പറ്റിക്കാൻ കഴിയും. അവർ അവിടെ നിന്ന് പോകാൻ നേരമാണ് ജെറി ഓർക്കുന്നത്. നേരത്തെ ഒരു കാലം ആരെ പിടിച്ച് വലിച്ചെന്ന് പറഞ്ഞ് അവൻ ഓടിയ സമയത്ത് അവന്റെ ക്യാമറ ആണെങ്കിൽ അവൻ അവിടെ ഇട്ടിട്ടാണ് വന്നത്. അവൻ മാരിയും കൂട്ടി ആ ക്യാമറ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ക്യാമറ എടുത്ത് ഓണാക്കി നോക്കുമ്പോഴാകട്ടെ ആ ക്യാമറയിൽ മാരിയുടെ രൂപം തെളിയുന്നില്ല. പെട്ടെന്ന് ബാക്കിലൂടെ യഥാർത്ഥ മാരി വന്നിട്ട് പറയുന്നുണ്ട് അത് ഞാനല്ല എന്ന്. അങ്ങനെ പേടിച്ച് ജെറി ആണെങ്കിൽ വേറൊരു മരിക്ക് ഓടുന്നുണ്ട്. ജെറി അങ്ങനെ എത്തിച്ചേരുന്നതാകട്ടെ പേച്ചിയുടെ ആ വീട്ടിലേക്കായിരുന്നു. മാരി തിരിച്ച് അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ജെറിയെ കാണാതായെന്ന്. എന്നാൽ മീന പറയുന്നു അയാൾ അവനെ കൊണ്ടുപോയിട്ട് എന്തോ ചെയ്തതാണെന്ന്. ജെറിയെ നോക്കി നിന്നിട്ട് കാര്യമില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ രക്ഷപ്പെടണമെന്ന് അയാൾ പറയുന്നുണ്ട്. എന്നാൽ ചരനാണെങ്കിൽ അത് കേൾക്കുന്നില്ല. ജെറി അന്വേഷിച്ച് മാരിയുടെ കൂടെ വീണ്ടും ചര ഇറങ്ങിത്തിരിക്കുന്നു. അപ്പോൾ അവർ അവിടെ തകർന്നൊരു ടെന്റ് കാണുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു കപ്പിൾസിന്റേതായിരുന്നു അത്. അവിടെ ഉണ്ടായിരുന്ന ക്യാമറയിൽ നിന്നും ആ കപ്പിൾസിന് എന്താണ് സംഭവിച്ചതെന്ന് അവർ കാണുന്നു. ഇതെല്ലാം കണ്ടതും ചരന് മനസ്സിലായി ഇവിടെ ശരിക്കും പ്രേതമുണ്ടെന്ന്. അവർ തിരിച്ചുപോയി ബാക്കി എല്ലാവരും കൂട്ടി അവിടെ നിന്ന് പോകാൻ നേരമാകട്ടെ ചാരു ഒരിടത്ത് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. മീനെ ചേർന്നിട്ട് അവളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴാകട്ടെ എന്തോ ഒരു സാധനം വന്നിട്ട് അവളെ പിടിച്ചോണ്ട് പോകുന്നു. മാരിയാണെങ്കിൽ അവരെ എല്ലാവരെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഓടി പുറത്തേക്ക് കിടക്കുന്നുണ്ട്. ആ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ കടന്നുപോയെങ്കിലും അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ മൂന്നുപേരും അവിടെ ഇല്ലായിരുന്നു. അവർ മൂന്നുപേരാകട്ടെ ഒരുപാട് ബാക്കിലായി പോയിരുന്നു. ആ സമയം നോക്കി മാരിയുടെ രൂപം ധരിച്ച ആ ഒരു പേച്ചിയാകട്ടെ അവരെ വഴി തെറ്റിച്ച് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. തങ്ങൾ മാരിയുടെ കൂടെയാണ് പോകുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴാണ് ചാര് കെട്ടിയിരുന്ന റിബണൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലായത് ഇത് തെറ്റായ വഴിയാണെന്ന്. അതേസമയം മാരിയുടെ അടുത്തേക്ക് പേച്ച് വരുന്നുണ്ട്. എന്നാൽ പേച്ചിക്കാണെങ്കിൽ മാരി ആക്രമിക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ ഒരു തകടിന്റെ ശക്തി കാരണം. അങ്ങനെ ചരണ്ടും ബാക്കി രണ്ടുപേരും ചേർന്നിട്ട് പേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവർ ആ വീട് നോക്കി നിൽക്കുന്നതും പെട്ടെന്ന് മീനെ കാണാതാകുന്നു. അവിടെയെല്ലാം നോക്കിയിട്ട് മീനെ കാണുന്നില്ല. പെട്ടെന്ന് മീന ആ വീടിനകത്ത് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് പേടിച്ച സേതു ആകട്ടെ അവിടെ നിന്ന് തിരിഞ്ഞു ഓടുന്നു. മീനെ വിളിക്കാൻ വേണ്ടിയിട്ട് ചരൻ ആ വീടിനുള്ളിലേക്ക് കിടക്കുകയാണ്. സേതു അപ്പോഴേക്കും ഓടി ഓടി ആ ഒരു ഏരിയയുടെ കവാടം കടന്നിരുന്നു. പക്ഷെ ബാക്കിൽ നിന്നും ചെറിയാകട്ടെ അലറി വിളിച്ചുകൊണ്ട് വരുന്നതാണ് അവൻ കാണുന്നത്. അവനാണെങ്കിൽ നടക്കാൻ വയ്യായിരുന്നു. നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആ കവാടത്തിനുള്ളിലേക്ക് സേതു കടക്കുന്നു. അവനെ പിടിച്ചുകൊണ്ട് കവാടം കടന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് തന്റെ കൂടെയുള്ള ജെറിയല്ല പേച്ചിയാണെന്ന് അവന് മനസ്സിലാകുന്നത്. അങ്ങനെ സേതുവിനെ പേച്ച് കൊല്ലുകയാണ്. ശരനാകട്ടെ മീനെ രക്ഷിച്ചുകൊണ്ട് ഒരു വിധത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാരി അവരെ അന്വേഷിച്ച് വീണ്ടും അവിടേക്ക് വന്നിരുന്നു. പേച്ചിയെ ആക്രമിക്കാൻ വന്നുവെന്നും ഈ തകടാണ് എന്നെ രക്ഷിച്ചതെന്നും മാരി പറയുന്നു. പേച്ചിയെ പണ്ട് വന്ന വംശത്തിലെ പുതിയ തലമുറക്കാരനായിരുന്നു മാരി. എന്തെങ്കിലും പേച്ച് പുറത്തു വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ വംശത്തിലെ ആൾക്കാർ കൊല്ലുമെന്ന് പണ്ടേ ആൾക്കാർ പേടിച്ചിരുന്നു. അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവരുടെ ഗുരു കൊടുത്തതായിരുന്നു ആ ഒരു മാന്ത്രിക തകട്. അതുകൊണ്ട് തന്റെ കൈ ഒരു കാരണവശാലും വിടരുതെന്ന് പറഞ്ഞിട്ടാണ് മാരി അവരെയും കൂട്ടി ആ ഒരു കവാടം
കവാടം കിടക്കാൻ വേണ്ടി ഓടുന്നത്. എന്നാൽ കവാടം കിടക്കുന്ന തൊട്ടു മുമ്പ് മീന കൈവിട്ട് താഴേക്ക് വീഴുന്നു. അപ്പോഴേക്ക് പേച്ച് വന്ന് അവളെ എടുത്തുകൊണ്ട് പോവുകയാണ്. ചരനാണെങ്കിൽ അവളെ രക്ഷിക്കാൻ പോകാൻ ശ്രമിച്ചതും മാരി പറയുന്നുണ്ട് ഉള്ളിലേക്ക് കടക്കരുതെന്ന്. മാരി എത്ര പറഞ്ഞിട്ട് കേൾക്കാതെ ചരനാണെങ്കിൽ ഉള്ളിലേക്ക് കടന്നു പോകുന്നു. അവൻ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാകട്ടെ ബാക്കിയുണ്ടായിരുന്ന അവന്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ പ്രേതങ്ങളായിട്ട് അവിടെ നിൽക്കുന്നതാണ് അവൻ കാണുന്നത്. എന്നാൽ പേച്ച് ഉൾപ്പെടെ പ്രേതങ്ങൾക്ക് ആർക്കും തന്നെ ചരനെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല. കാരണം നേരത്തെ മാരിയായിട്ട് പിടിവിൽ നടത്തുമ്പോഴാകട്ടെ മാരിയുടെ ആ ഒരു തകിടുണ്ടല്ലോ അതാകട്ടെ ചരന്റെ ദേഹത്ത് വീണിരുന്നു. ആ ഒരു ഗണ്ടിയുടെ ശക്തി കാരണം രക്ഷപ്പെട്ട് അവൻ തിരിച്ച് പുറത്തേക്ക് വരുമ്പോൾ കാണുന്നത് മാരി മരിച്ച നിലയിൽ കിടക്കുന്നതാണ്. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ചരനാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ തുടക്കത്തിൽ അവർ കണ്ട അതേ വണ്ടിക്കാരൻ വന്നിട്ട് അവനെ രക്ഷിക്കുന്നു. കാറിലേക്ക് കയറാൻ നേരത്താണ് അവൻ ശ്രദ്ധിക്കുന്നത് അതിൽ മീന ഇരിക്കുന്നത്. അപ്പോഴേക്കും അയാളാകട്ടെ ചരനെ അടിച്ച് ബോധം കെടുത്തുന്നു. ബോധം വരുമ്പോൾ അവൻ ആ പേച്ചയുടെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ഇതെല്ലാം മീനയുടെ കളിയായിരുന്നു. പേച്ചയുടെ വംശത്തിലെ പുതിയ തലമുറക്കാരിയാണ് മീന. മീന മനഃപൂർവ്വമാണ് ചരൻ ഉൾപ്പെടെയുള്ള കൂട്ടുകാരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതും അവരുമായിട്ട് ട്രക്കിങ്ങിന് വരുന്നതും. കാരണം പേച്ച് കിട്ടിയ വരത്തിന്റെ ഫലമായിട്ട് അവർ ഇത്ര പേരെ ബലി കൊടുക്കണമെന്നുണ്ടായിരുന്നു. അതിൽ 13 ബലി ഇപ്പോൾ ബാക്കിയായിരുന്നു. ആ കാടിനെ കുറിച്ച് അറിയുന്നവർ ആരും തന്നെ അങ്ങോട്ടേക്ക് പോകില്ല. അതുകൊണ്ടാണ് ആ കാടിനെ പറ്റി അറിയാത്ത ഇവരെ ട്രക്കിംഗ് എന്ന പേരിൽ മീന അവിടേക്ക് കൊണ്ടുവരുന്നത്. മാരി തങ്ങളുടെ കൂടെ വന്നതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം മീനയ്ക്ക് വന്നതിന് കാരണവും ഇത് തന്നെയായിരുന്നു. പേച്ചയ്ക്ക് കൊടുക്കാനുള്ള ബലി കൊടുത്ത് തീർത്ത ശേഷം ആ സ്ഥാനത്തേക്ക് മീന വരും. അങ്ങനെ അവൾ ചതിച്ച് സ്നേഹിച്ച് കുടികൊണ്ടുവന്ന ചരണിനെ ബലിക്ക് വേണ്ടിയിട്ട് പേച്ചയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ട്രക്കിങ്ങിന് പോയ ആൾക്കാരെ കാണാതായത് കാരണം അവരുടെ കുറച്ച് ആൾക്കാർ വീണ്ടും ഇവിടേക്ക് അന്വേഷിച്ച് വരുന്നതാണ്. അപ്പൊ അവിടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, എങ്ങനെ ഉണ്ടായിരുന്ന സിനിമ? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണേ. കൂടാതെ ഇത്തരത്തിലുള്ള മൂവി എക്സ്പ്ലോറേഷൻ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.